ഹായ് ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ. കാരണം നിങ്ങൾക്കറിയാം, 3-4 ദിവസമായിട്ട് മിത്രം കളക്ഷൻ്റെ ചാനലിൽ വീഡിയോസ് ഒന്നും തന്നെ വരുന്നില്ല. പലരും വിചാരിച്ചിട്ടുണ്ടാവാം നമ്മൾ വീഡിയോ എടുക്കുന്ന പരിപാടി നിർത്തി അല്ലെങ്കിൽ ഓൺലൈൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു എന്നൊക്കെ പലരും വിചാരിക്കുന്നുണ്ടാവും. കാരണം ഒരുപാട് പേര് മെസ്സേജ് അയച്ചും കോൾ ചെയ്തും ഒക്കെ നമ്മുടെ എക്സിക്യൂട്ടീവ്സിനോടും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോ ഇടാത്തത് എന്നുള്ളൊരു രീതിയിലും. വീഡിയോ ഇടാഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഡിലേ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ഒരു യൂണിറ്റും കൂടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിന്റെ ഒരു കുറച്ച് കാര്യങ്ങൾ അറിയാമല്ലോ. ഒരു യൂണിറ്റ് നമ്മൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്, ഒരു പ്ലാനിങ് ഇല്ലാതെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ബിസി ആയിരിക്കുമല്ലോ. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ 3-4 ദിവസമായിട്ട് വീഡിയോ ഒന്നും തന്നെ അപ്ലോഡ് ചെയ്യാഞ്ഞത്. ഞാൻ 3 ഇയറായി ഓൺലൈൻ ചെയ്യുന്നു, അതായത് വീഡിയോസ് ചെയ്യുന്നു. എനിക്ക് എന്തൊരു അസുഖം ഉണ്ടെങ്കിൽ പോലും ഞാൻ ഒരു ദിവസം പോലും വീഡിയോ ഇടാതിരുന്നിട്ടില്ല. ഈ ഒരു എമർജൻസി ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പെൻഡിങ് ഇഷ്യൂ ഉണ്ടായിരുന്നത് 90% അല്ല 98% നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. പിന്നെയും എന്താ പറയുക, കിട്ടിയില്ല എന്നുള്ള രീതിയിൽ മെസ്സേജ് കമന്റ് വരുവാണെങ്കിൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. കാരണം 98% ഞങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. ഓരോ കസ്റ്റമേഴ്സിനെയും ഞങ്ങൾ അങ്ങോട്ട് കോൾ ചെയ്ത് പ്രൊഡക്റ്റ് കിട്ടാൻ ഡിലേ ആയിട്ടുണ്ടെങ്കിൽ അവരെ അങ്ങോട്ട് കോൾ ചെയ്ത് ഞങ്ങൾ സ്റ്റാഫുകൾ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങോട്ട് കോൾ ചെയ്ത് പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം 3 വർഷമായി നമ്മൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് കഴിഞ്ഞ് ഒരു 1 ഇയർ കഴിഞ്ഞപ്പോൾ മുതൽ നമ്മൾ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത് 2 ഇയർ ആയിട്ടുണ്ടാവാം യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ആ യൂണിറ്റ് എന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തോ അന്ന് മുതൽ തന്നെ ഞാൻ എൻ്റെ ചാനലിൻ്റെ ബയോയിൽ എൻ്റെ ഡെസ്പാച്ചിങ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. 50 വർക്കിംഗ് ഡേയ്സ് മുതൽ 16 വർക്കിംഗ് ഡേയ്സ് മുതൽ 60 വർക്കിംഗ് ഡേയ്സ് വരെയാണ്. അത് മാനുഫാക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള വർക്കിംഗ് ഡേയ്സ് മാത്രം. അതായത് എൻ്റെ യൂണിറ്റിൽ വർക്ക് നടക്കുന്ന ആ ഒരു ടൈമാണ് എൻ്റെ ഡെസ്പാച്ചിങ് ടൈം എന്ന് പറയുന്നത്. അപ്പം 98% ഞാൻ ഡിലേ ഇഷ്യൂ പരിഹരിച്ചു എന്ന് പറഞ്ഞത് ഈ 16 വർക്കിംഗ് ഡേയ്സിന് അപ്പുറത്തേക്കുള്ള ഡിലേ ഇഷ്യൂ ആണ് പരിഹരിച്ചിരിക്കുന്നത്. ഈ 16 വർക്കിംഗ് ഡേയ്സിനുള്ളിലുള്ളതും 25 വർക്കിംഗ് ഡേയ്സ് ഉള്ളതും ഒക്കെ തന്നെ ടൈം ആകാത്ത കാര്യം. ഇപ്പം ഫെബ്രുവരി ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല, മാർച്ചിൽ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. മാർച്ചിൽ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് ഫെബ്രുവരിയിൽ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടേണ്ട സമയമായിട്ടില്ല. പ്രീ ബുക്കിംഗ് ഓപ്ഷനിലാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടുക തന്നെ ചെയ്യും. വെറുതെ എന്താ പറയുക, കാര്യങ്ങൾ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ വ്യക്തമായിട്ട് ചാനൽ വാച്ച് ചെയ്യാതെ പർച്ചേസ് ചെയ്തിട്ട് അതിന് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ഞങ്ങൾ ഉത്തരവാദിയല്ല. ഞാൻ എൻ്റെ ഏതൊരു പ്രൊഡക്റ്റ് ഞാൻ പക്ക ക്വാളിറ്റിയോട് മാത്രമാണ് സെയിൽ ചെയ്യുന്നത്. അപ്പം എൻ്റെ ഓൺ പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ 16 വർക്കിംഗ് ഡേയ്സ് വരെ പ്രീ ബുക്കിംഗ് ഐറ്റത്തിന് ഡെസ്പാച്ചിങ് ടൈം വേണ്ടി വരുന്നുണ്ട്. വ്യക്തമായിട്ട് ഞാൻ പറയുവാണ്, വേണ്ടി വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതൊരു ഹാപ്പി ന്യൂസ് ആണ്. ഞാൻ ഒരു യൂണിറ്റൂടെ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞല്ലോ. നാളെ മുതൽ നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. കാരണം നാളെ ഈ 2-3 ദിവസം നമ്മൾ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മാത്രമല്ല നമ്മുടെ വീഡിയോ വരാതിരുന്നത്. ഞാൻ റെഡി സ്റ്റോക്ക് ആക്കുകയായിരുന്നു. കാരണം എനിക്ക് 1, 2, 10, 100, 200, 500 കസ്റ്റമേഴ്സ് അല്ല ഒരു ദിവസം പർച്ചേസ് ചെയ്യുന്നത്. അപ്പം ഞാൻ റെഡി സ്റ്റോക്ക് എന്ന് പറഞ്ഞ് വരുമ്പോൾ എനിക്ക് ആ ഒരു ബൾക്ക് ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ എനിക്ക് റെഡി സ്റ്റോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതെല്ലാം എൻ്റെ ഓൺ പ്രോഡക്റ്റ് ആണ്. ഏതെങ്കിലും ഒരു യൂണിറ്റിൽ ചെയ്യുന്ന ഐറ്റംസോ ഏതെങ്കിലും ഒരു ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് എടുത്തിട്ട് വരുന്ന സാധനങ്ങളോ അല്ല. മെറ്റീരിയലിനും സ്റ്റിച്ചിങ്ങിനും ഹാൻഡ് വർക്കിനും ഗ്യാരണ്ടിയോട് കൂടി തന്നെ മിത്രം കളക്ഷൻ്റെ യൂണിറ്റിൽ മാനുഫാക്ചറിങ് ചെയ്തു വരുന്ന പ്രോഡക്റ്റുകൾ മാത്രമാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, ബൾക്ക് ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവരണമെങ്കിൽ അതിനൊരു ടൈം വേണം. അതിനാണ് ഞാൻ ഈ ഒരു 4-5 ഡേയ്സ് ടൈം വീഡിയോ ഇടാതിരുന്നത്. അപ്പം നമുക്ക് നാളെ മുതൽ റെഡി സ്റ്റോക്ക് ആയിരിക്കും വരുന്നത്. 199, 299, 399, 499, 599 പ്രൈസ് റേഞ്ചിൽ വരുന്ന പല പ്രൈസ് റേഞ്ചിൽ വരുന്ന കുർത്തീസ് ഒരൊറ്റ വീഡിയോ ആയിട്ട് നാളെ 130ക്കാണ് നമ്മുടെ ഫസ്റ്റ് റെഡി സ്റ്റോക്കിന്റെ വീഡിയോ വരുന്നത്. അതോടൊപ്പം തന്നെ നാളെ എല്ലാ ദിവസവും 130ക്ക് റെഡി സ്റ്റോക്ക് വീഡിയോ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഒരു വീഡിയോ പ്രീ ബുക്കിംഗും ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ റെഡി സ്റ്റോക്ക് വീഡിയോക്ക് ഞാൻ വ്യക്തമായിട്ട് റെഡി സ്റ്റോക്ക് എന്ന് പറയും. അത് നിങ്ങൾക്ക് അന്ന് തന്നെ പാക്ക് ചെയ്ത് നിങ്ങൾക്ക് പാക്കിംഗ് പിക്ക് സഹിതം എക്സിക്യൂട്ടീവ്സ് തന്ന് നിങ്ങൾക്ക് ഒരു 3-4 ഡേയ്സിനുള്ളിൽ കയ്യിൽ കിട്ടുന്ന രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രീ ബുക്കിംഗ് വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കളറ്, സൈസ്, നിങ്ങൾക്ക് എന്ത് ഇഷ്ടങ്ങളുണ്ടോ അതെല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും പ്രീ ബുക്കിംഗ് വീഡിയോയ്ക്ക്. പ്രീ ബുക്കിംഗ് വീഡിയോയുടെ ഡെസ്പാച്ചിങ് ടൈം 15 വർക്കിംഗ് ഡേയ്സ് മുതൽ 60 വർക്കിംഗ് ഡേയ്സ് വരെയാണ്. അപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾക്ക് പെട്ടെന്ന് കയ്യിൽ കിട്ടണമെന്നുള്ളത് റെഡി സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുക. നിങ്ങളുടെ താല്പര്യങ്ങളുടെ അനുസരിച്ച് വേണം നിങ്ങളുടെ കയ്യിൽ കിട്ടണമെന്നുള്ളത് പ്രീ ബുക്കിംഗ്
ഓർഡർ എടുക്കുക. അത് നിങ്ങൾ നോക്കി പർച്ചേസ് ചെയ്യണം. അപ്പം എന്താ പറയുക, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്താലോ, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കമൻറ്റുകൾ തന്നാലോ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൂട്ടമായിട്ട് ആക്രമിച്ചാലോ ഞാൻ തോറ്റു പിന്മാറാൻ തയ്യാറല്ല. കാരണം എൻ്റെ കസ്റ്റമേഴ്സാണ്, എൻ്റെ വ്യൂവേഴ്സ് എനിക്ക് കട്ട സപ്പോർട്ടായിട്ടുണ്ട്. കാരണം അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഈ ഒരു 5 days ഞാൻ വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ എന്തോരം പേരാണ് എനിക്കായാലും എൻ്റെ സ്റ്റാഫിനായാലും എന്താ വീഡിയോ ഇടാത്ത, ഇങ്ങനെ വീഡിയോ ഇടാതിരിക്കുന്നതല്ലല്ലോ, അങ്ങനെ മെൻ്റലി ഡൗൺ ആകരുത്, വീഡിയോ ഇടണം. ഞാൻ മെൻ്റലി ഒട്ടും ഡൗൺ അല്ല, ഒട്ടും തന്നെ ഡൗൺ ആയിട്ടില്ല. കാരണം ഞാൻ സത്യത്തിന് വിരുദ്ധമായിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല, ഒരാളെ പോലും ചീറ്റ് ചെയ്തിട്ടില്ല, ഒരാളെ പോലും പറ്റിച്ചിട്ടില്ല, ഒരാളുടെ നിന്നും കൊള്ളലാഭം വാങ്ങിയിട്ടില്ല. ഏറ്റവും സത്യസന്ധമായിട്ട് മാത്രം ബിസിനസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ മെൻ്റലി ഒട്ടും ഡൗൺ ആയിട്ടില്ല. ഞാൻ മെൻ്റലി ഡൗൺ ആയിട്ടല്ല വീഡിയോ ഇടാതിരുന്നത്. ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു ഇഷ്യൂ എന്നെ സംബന്ധിച്ച്, മിത്രങ്ങളക്ഷനെ സംബന്ധിച്ച് ഏതൊരാൾക്കും പറയാനുള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഡിലേ ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കുറവോ വലിയ റേറ്റിൽ വിൽക്കുന്നു അങ്ങനെ ഒന്നുമില്ല. ഈ ഒരു ഡിലേ ഇഷ്യൂ ഇത് മാത്രമേ ഉള്ളൂ. ഈ ഡിലേ ഇഷ്യൂ എനിക്ക് പരിഹരിച്ചേ പറ്റൂ. അത് കാരണം എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യമാണത്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഒരു പുതിയ യൂണിറ്റൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമുക്കിപ്പം നിലവിൽ ഒരു യൂണിറ്റ് ഉണ്ട്, ഒരു യൂണിറ്റ് കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഒരു തിരക്കും കാര്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത്. അല്ലാണ്ട് പേടിച്ചോടിയിട്ടോ മാനസികമായിട്ട് വിഷമത്തിലായിട്ടോ അല്ലെങ്കിൽ നിരാശയിലായിട്ടോ ഒന്നും അല്ലാട്ടോ. അങ്ങനെ ഒന്നും നിർത്തിപ്പോത്തില്ല. അങ്ങനെയൊന്നും ആരും ചിന്തിക്കുക പോലും ചെയ്യണ്ട. കാരണം എൻ്റെ നല്ല കസ്റ്റമേഴ്സ്, ഒരുപാട് നല്ല കസ്റ്റമേഴ്സിന് ഈ 3 വർഷം കൊണ്ട് ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നല്ല കസ്റ്റമേഴ്സ്, അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാത്ത വ്യൂവേഴ്സ്, കട്ട സപ്പോർട്ട് തരുന്ന വ്യൂവേഴ്സ്, അതൊക്കെ ഉള്ളിടത്തോളം കാലം മിത്രങ്ങളക്ഷൻ ഇങ്ങനെ തന്നെ ഇതിലും നല്ലതായിട്ട് തന്നെ മുന്നോട്ട് പോകും. എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരിക്കണം. കാരണം ഏറ്റവും ചെറിയ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും അടിപൊളി കളക്ഷൻസ് ഞാൻ ഉറപ്പ് പറയുവാണ്, ഇന്ന് വരെ നിങ്ങൾക്ക് ആരും തരാത്ത അത്രയും അടിപൊളി കളക്ഷൻസ് ഏറ്റവും ചെറിയ പ്രൈസിൽ ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവരും. അതും ഡിലേ പ്രശ്നമില്ലാതെ റെഡി സ്റ്റോക്കിൽ വേണ്ടുന്നവർക്ക് റെഡി സ്റ്റോക്കിലും, അല്ല പ്രീ ബുക്കിംഗ് വേണ്ടുന്നവർക്ക് പ്രീ ബുക്കിംഗ്, ആ രീതിയിൽ പ്രീമിയം കളക്ഷൻസ് ഉൾപ്പെടെ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഞാൻ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നാളത്തെ 1:30 വീഡിയോ മറക്കാതെ തന്നെ എല്ലാവരും വീഡിയോ കാണും. പിന്നെ നമ്മുടെ ഗീവയുടെ കാര്യം ആരും മറന്നു പോകണ്ടാട്ടോ. ഗോൾഡ് കോയിൻ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ഗീവേ ആണ്. ഈ 2-3 ദിവസം ലീവ് ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു സാറ്റർഡേ ഓർ സൺഡേ ആയിട്ട് നമുക്ക് അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം കട്ട് സപ്പോർട്ടോടെ വീണ്ടും പറയുവാണ്, എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം.